അപകടാവസ്ഥയിലുള്ള കോഴിക്കോട് വെള്ളയിലെ കോർപ്പറേഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ആളുകൾ താമസിക്കുന്നത് ജീവൻ കയ്യിൽ പിടിച്ചാണ്. ഓരോ ദിവസവും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നു. 20ഓളം കുടുംബങ്ങളാണ് ഇവിടെ ദുരിത ജീവിതം നയിക്കുന്നത്. ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതോടെ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇല്ലാത്ത അവസ്ഥയാണ്. മാറി താമസിക്കാൻ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടുവെങ്കിലും എങ്ങോട്ട് പോകണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ താമസക്കാർ. എന്നാൽ പുതിയ ഫ്ളാറ്റ് നിർമ്മിക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കി. 43 വർഷമായി ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് നിർമ്മിച്ചിട്ട്. ഇപ്പോൾ ഈ 43 വർഷത്തിൻ്റെ അടുക്ക് ഞങ്ങളൊരു 10 വർഷത്തിന് മേലായി ഇത് റെഡിയാക്കണോ എന്നിങ്ങനെ പറയുന്നത്. രാത്രി ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങളെ മേലോ തലയിലൊക്കെ വീഴുന്നത്. നമുക്കാണെങ്കിൽ മോനെ വാടക കൊടുത്തിട്ട് പുറത്ത് നിൽക്കാൻ യാതൊരു വഴിയില്ല. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ട് പിന്നെയും ഇവിടെ വന്ന് താമസാക്കിയതാണ്. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ പോയിട്ട് വാടക കൊടുക്കാൻ യാതൊരു ഗതിയുമില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു മാർഗ്ഗം ഇത് ചെയ്തു തരാൻ കഴിയില്ല. ബിൽഡിംഗ് സേഫ് അല്ല, ഉടനെ മാറ്റി താമസിപ്പിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കണം എന്നുള്ളത് ഫയർഫോഴ്സ് ഒരു വർഷം മുന്നേ കൊടുത്തേക്കുന്ന റിപ്പോർട്ട്. എന്നിട്ട് ഒരു വർഷമായിട്ട് നമ്മളിവിടെ താമസിക്കുകയാണ്. ഇതുവരെ ദുരന്തങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാലെങ്കിലും അധികൃതരെ കണ്ണ് തുറക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ശരത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരത്ത്, ഇടിഞ്ഞു പൊളിഞ്ഞു വീണ വീടിന്റെ ഭാഗങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാകും. നോക്കൂ, ആ സീലിംഗിന്റെ അത്രയും വലിയ ഭാഗമാണ് നടന്നു പോയിരിക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. കോർപ്പറേഷൻ പറയുന്നത് പുതിയ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനമായി എന്നാണ്. എത്ര കാലമെടുക്കും ശരത്ത്? ഇതൊക്കെ ഒരു മറുപടിയാണോ? മാധു, അതായത് നേരിട്ട് കണ്ടാൽ തന്നെ ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് യാതൊരു തരത്തിലും ഇവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ വാസയോഗ്യമല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ബലക്ഷയത്തിന്റെ ഒരു പരിശോധന പോലും ആവശ്യമില്ല. അത്രത്തോളം ഈ കെട്ടിടം ശോചനീയ അവസ്ഥയിലാണ് അല്ലെങ്കിൽ അപകടാവസ്ഥയിൽ. അതിന്റെ ഓരോ കോൺക്രീറ്റ് പാളികളും ദിവസേന അടർന്നു വീഴുന്ന പ്രശ്നം ഈ വീട്ടുകാർ തന്നെ, താമസക്കാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നിരന്തരം ഈ ഫ്ളാറ്റിന്റെ കോൺക്രീറ്റ് പാളി അടർന്നു വീഴുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവർ ദിവസേന നേരിടുന്നു. അതുമൂലമുള്ള പരിക്ക്, അതിനു പുറമെ കെട്ടിടം തന്നെ പൂർണ്ണമായും നിലംപതിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മഴക്കാലത്ത് ഇത്തരം അപകടങ്ങൾ പതിവാണ്. ഈ സാഹചര്യത്തിൽ ഇവർ ഈ മഴക്കാലത്ത് കൂടി ഇവിടെ താമസിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോർപ്പറേഷൻ ഇതിന്റെ അടിയന്തര സ്വഭാവത്തിൽ ഈ വിഷയത്തെ കണ്ട് ഇവരെ ഉടൻ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു. നിലവിൽ ഇപ്പോൾ 24 കുടുംബങ്ങളുടെ ഫ്ളാറ്റ് സമുച്ചയമാണിത്. പക്ഷേ ഇവിടെ ഇപ്പോൾ 20ഓളം കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ താമസക്കാർ മറ്റുള്ളവരൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഫ്ളാറ്റിൽ തന്നെ നിരവധി പേർ താമസിക്കുന്നുണ്ട്. ഇവർ വാടക വീട്ടിലേക്ക് ആദ്യഘട്ടത്തിൽ മാറിയിരുന്നു. നേരത്തെ ഇവർക്ക് ഈ പുതിയ ഫ്ളാറ്റ് നിർമ്മിക്കാമെന്ന് കോർപ്പറേഷൻ വാഗ്ദാനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ വാടക വീടുകളിലേക്ക് മാറി. പക്ഷേ ഇവരൊക്കെ ജോലി ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ ആളുകളും. അതുകൊണ്ട് തന്നെ ഈ കടലിനോട് അല്ലെങ്കിൽ തീരദേശത്ത് ഈ ഭാഗത്ത് തന്നെ ഇവർക്ക് ജോലി താമസിക്കേണ്ട ആവശ്യമുണ്ട്. ജോലിയുടെ ഭാഗമായി ദൂരത്തേക്കൊന്നും തന്നെ വാടക കൊടുത്ത് മാറാൻ വേണ്ടിയുള്ള സാധിക്കില്ല, ജോലി ഉള്ളത് കൊണ്ട് തന്നെ. ആ സാഹചര്യത്തിൽ സമീപത്ത് വാടക നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നഗരമാണ്. വലിയ രീതിയിൽ 10,000, 15,000 ഒക്കെ തന്നെ വാടക എടുത്ത് താമസിക്കേണ്ട അവസ്ഥ വരും. ആ രീതിയിലുള്ള വരുമാനം ഈ കുടുംബങ്ങൾക്കില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള പ്രശ്നമാണ് നിലവിൽ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വാടക വീടെടുത്ത് ഇവർക്ക് മാറാൻ നിലവിൽ സാധിക്കില്ല. എന്നിരുന്നാലും പകരം സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ച് കോർപ്പറേഷനും ആലോചിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ ഇവർ വാടക വീടെടുത്ത് മാറുകയാണെങ്കിൽ പോലും ഇവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് ഇവർക്ക് തന്നെയാണ് അവകാശപ്പെട്ടതാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവകാശ രേഖ കോർപ്പറേഷൻ തരുകയാണെങ്കിൽ വാടക വീടുകളിലേക്കോ ബന്ധു വീട്ടിലെടുത്തേക്കോ ഒക്കെ തന്നെ മാറാൻ നിലവിൽ തയ്യാറാണെന്ന് ഇവർ അറിയിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ കോർപ്പറേഷൻ ആ അവകാശ രേഖ പോലും കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ തങ്ങൾ ഇവിടെ നിന്ന് മാറാൻ തയ്യാറാവാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ താമസക്കാർ പറയുന്നത്. എന്തായാലും വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അതായത് ഏത് നിമിഷവും ഈ കെട്ടിടം താഴേക്ക് പതിക്കാം. ഇതിന്റെ കോൺക്രീറ്റ് പാളി അടർന്ന് കമ്പി ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല കെട്ടിടത്തിന് പുറത്ത് ആൽമരം ഉൾപ്പെടെ കിളിർത്ത് ആ കെട്ടിടത്തോളം വളർന്ന് ചില ഭാഗങ്ങളിൽ ആ ആൽമരത്തിന്റെ ബലത്തിലാണ് കെട്ടിടം പോലും നിൽക്കുന്നത് എന്ന് കണ്ടാൽ പോലും തോന്നും. അത്തരത്തിൽ വളരെ അപകടകരമായ അവസ്ഥയിലാണ് നിലവിൽ കോർപ്പറേഷന്റെ ഈ കെട്ടിടമുള്ളത്. പക്ഷേ ഇതുവരെ കോർപ്പറേഷൻ ഇതിനൊരു അടിയന്തര സ്വഭാവത്തിൽ ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഈ കുടുംബങ്ങൾ ഈ മഴക്കാലത്തും ഇവിടെ താമസിച്ചു പോകുന്നു. രോഗികൾ, കുട്ടികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ താമസക്കാരാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെ. കോഴിക്കോട് വെള്ളയിലെ കോർപ്പറേഷൻ ഫ്ളാറ്റിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കുറേ മനുഷ്യർ ജീവിക്കുന്ന ഇടത്താണ് ഈ പരിതാപകരമായ അവസ്ഥയുള്ളത് എന്നതാണ്. ഇപ്പോൾ കോർപ്പറേഷൻ പറയുന്നത് പുതിയ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ പണി തീരുന്നതുവരെ അവരെ പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം.